ഹലോ, നമ്മളിന്നൊരു നൈറ്റ് ഔട്ടിങ്ങിന് വേണ്ടി വന്നേക്കുവാണ്. ഏട്ടൻ ഓഫീസ് വിട്ട് വന്നു കഴിഞ്ഞപ്പം നമ്മൾക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പുറത്ത് പോകുന്നതാണ്. നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പുറത്ത് വരാറുണ്ട് കേട്ടോ. ഇവിടുത്തെ ഇൻറ്റീരിയർ ലൈറ്റ്സൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡ് കിട്ടും നമുക്ക്. കിച്ചു അവൻ ഓർഡർ ചെയ്ത സാധനം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ക്ഷമ കെട്ടിയിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. നമ്മളിങ്ങനെ ഓരോന്ന് നോക്കി നമുക്കിഷ്ടമുള്ളത് ഓർഡർ ചെയ്ത് വാങ്ങുക ചെയ്ത്. ഏട്ടൻ അവിൽ മിൽക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിൽ മിൽക്ക് വന്നു. അവിൽ മിൽക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചുവിൻ്റെ ബ്രോസ്റ്റ് വന്നു. കിച്ചുവിന് ബ്രോസ്റ്റും ഫ്രഞ്ച് ഫ്രൈസും ആണ് പറഞ്ഞിരുന്നത്. അവനത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ എപ്പോഴും വാങ്ങിക്കൊടുക്കാൻ പാടില്ലല്ലോ, അത് പിള്ളേരുടെ ഹെൽത്തിന് ഓക്കെ അല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ എപ്പോഴും മേടിച്ച് കൊടുക്കാറൊന്നുമില്ല. പക്ഷേ അവനത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് മയനൈസൊക്കെ മുക്കി കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ അവൻ പറഞ്ഞത്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ലോഡഡ് ഫ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഉള്ള മെയിനായിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. ഇവിടെ ആൾക്കാർ കൂടുതലും ഓർഡർ ചെയ്യുന്ന ലോഡഡ് ഫ്രൈസാണ്. അപ്പോൾ അത് ഞാനിതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റി കാരണം ഞാൻ അത് ഓർഡർ ചെയ്തു. ഈ ഫ്രഞ്ച് ഫ്രൈസിൽ തന്നെ അവർ വേറെ കുറേ സോസും വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട്, ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ ചിക്കൻ്റെ പീസുണ്ട്, അതൊക്കെ ഇട്ടിട്ട് തരുന്നതാണ് കേട്ടോ. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചിക്കനൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഫ്രഞ്ച് ഫ്രൈസ് തന്നെ എന്തെങ്കിലും ഇട്ടിട്ടായിരിക്കും എന്നാണ് വിചാരിച്ച. ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുൾ ക്വാണ്ടിറ്റി എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും ഉണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് വരുന്നത് നമുക്ക് പരസ്പരം എന്തെങ്കിലും സംസാരിക്കാനും ഒരു ക്വാളിറ്റി ടൈമൊക്കെ കിട്ടും. നമുക്ക് എന്തെങ്കിലും കഴിക്കാനും പറ്റുമല്ലോ. പിന്നെ കുഞ്ഞുങ്ങൾക്കും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ടാറ്റ ബൈ ബൈ.